സാലീസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ള കോവയ്ക്ക ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി വെച്ചേക്കണേ. സദ്യക്കൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ ഈ കോവയ്ക്ക കിട്ടുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റോടുകൂടി നമ്മൾ തിന്നാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. കോവയ്ക്ക എടുത്ത് കാരണം വീടുകളിലുണ്ടാവുന്ന കോവയ്ക്കയെങ്കിൽ നിങ്ങൾ വെറുതെ ഒന്ന് കഴുകിയാൽ മാത്രം മതിയാവും. കടയിൽ നിന്ന് മേടിക്കുന്നതാകുമ്പോൾ ഇച്ചിരി ചൊറുക്കയും ഉപ്പും എല്ലാം കൂടി ഇട്ടതിന് ശേഷം വെള്ളത്തിലൊരു 10-15 മിനിറ്റ് ഇതിന് സോക്ക് ചെയ്ത് വയ്ക്കുക. സോക്ക് ചെയ്ത് ഒരു 15 മിനിറ്റ് 10 മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ സൗകര്യം പോലെ അതിന് വെള്ളമൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ തുമ്പും വാലും കണ്ടിക്കാന്ന് പറയില്ലേ, ഞെട്ടും ഇതൊക്കെ കണ്ടിച്ച് കളയുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഇതിനെ അരിയാട്ടോ. ഞാൻ ഇതിനൊന്ന് സ്ലൈസ് ചെയ്ത് ഇങ്ങനെ ചരിച്ചാണ് കട്ട് ചെയ്യണത്. ഇതിങ്ങനെ ഞാൻ കട്ട് ചെയ്യണതെന്ന് കാണിച്ചിട്ടത് ഇങ്ങനെ പതുക്കെ ഒന്ന് ചരിച്ചിട്ടാണ് കട്ട് ചെയ്യണത്. നിങ്ങൾക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. ചില കോവയ്ക്ക പഴുത്ത് കളറിൽ, അതായത് ചുമന്ന കളർ വന്നിട്ടുണ്ടാവും. ചിലർ നല്ല ഗ്രീനായിട്ട് മൂക്കാത്ത പോലത്തെ കിട്ടും. പക്ഷേ ചുമന്നതാണെന്നുണ്ടെങ്കിലും പച്ചയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കളയണ്ട. ഇതുപോലെ പഴുത്തതാണെന്നുണ്ടെങ്കിലും കളയണ്ട. ഒരു കുഴപ്പമില്ലാത്ത നമുക്ക് കറി വെച്ചിട്ട് കഴിക്കാം. ഇങ്ങനെ ഞാനിത് മുഴുവനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ ചേർക്കണ മസാല ഉപ്പൊക്കെ പെട്ടെന്ന് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ വേഗം പിടിച്ച് കിട്ടും. അത് നല്ലതാട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ അകത്തേക്ക് കുറച്ച് മസാലകളൊന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 വെളുത്തുള്ളിയും ഒരു 2 ചെറിയ സ്ലൈസ് ഇഞ്ചിയും ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകവും കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ്. ഇത് ചതച്ചെടുക്കുമ്പോൾ ഒരു 1-1.5 സ്പൂണിൻ്റെ അടുത്ത് കാണും. അപ്പോൾ അത് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. നല്ല ഫ്ലേവറാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി 1-2 സ്പൂൺ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ്, 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാല. ഈ ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിന് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. അപ്പോൾ ഞാനൊരു 3-3.5 ടീസ്പൂൺ അരിപ്പൊടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതെല്ലാം കൂടെ കൂടിയിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി ഈ മസാലകളൊക്കെ കോവയ്ക്കയുടെ എല്ലാ കഷ്ണത്തിൻ്റെയും വരാൻ പാകത്തിന് തിരുമ്മി കൊടുക്കണം. അതിനുശേഷം മിനിമം ഒരു 10 മിനിറ്റ് എന്നെങ്കിലും നമ്മൾ പുറത്ത് വയ്ക്കണം. അതായത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കണത്. ഞാനൊരു 1/2 മണിക്കൂറിൻ്റെ അടുത്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തീർത്തിട്ട് വേണം കേട്ടോ വന്നിട്ട് വേണ്ട ഇത് വറുത്തെടുക്കാൻ. അപ്പോൾ ഞാനത് ഇപ്പോൾ 1/2 മണിക്കൂർ വെച്ചിട്ടുണ്ട്. 1/2 മണിക്കൂർ കഴിഞ്ഞ് ഇതിനൊന്ന് വറുത്തെടുക്കാനായിട്ട് നോക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഉപ്പ് നോക്കി പാകമാണ്, മുളക് നോക്കി പാകമാണ്, വലിയ കുഴപ്പമില്ല. അപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിത് വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കണേ, കാരണം പിള്ളേർക്കൊക്കെ കഴിക്കാൻ കൊടുക്കാനുള്ളതല്ലേ. അതുകൊണ്ട് ഇനി വെളിച്ചെണ്ണ കയ്യിൽ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്യാം. ഞാൻ ഓയിലിൻ്റെ ചൂടൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ആദ്യം ഇട്ട് കൊടുത്തിട്ട് അതിങ്ങ് കോരി ഇനി നമുക്ക് ബാക്കിയുള്ള കഷ്ണങ്ങളെല്ലാം കുറേശ്ശെ ഇട്ട് കൊടുക്കാം. എല്ലാ കഷ്ണങ്ങളും കഴിയുന്നതും ഈ ഓയിലിൽ ഇങ്ങനെ മുങ്ങി കിടക്കാനായിട്ട് നോക്കണം. അങ്ങനെ കിടന്നാലും നമുക്കിത് നന്നായിട്ട് കിട്ടുള്ളൂ. എണ്ണ അരിച്ച് കുറച്ചിടണ്ട, ഒരുവിധം തിരക്കില്ലാണ്ട് ആ എണ്ണയിൽ എത്രയേ മുങ്ങി കിടക്കണോ അത്ര ഇടാം. ഇത് വറക്കുമ്പോൾ എപ്പോഴും മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാൻ. ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ വറക്കണ സാധനങ്ങൾ നന്നായിട്ട് വറുത്ത് കിട്ടില്ല നമുക്ക്, അതായത് ഫ്രൈ ആയി കിട്ടില്ല. ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ ആദ്യത്തെ ഇട്ട് 1 മിനിറ്റ് നേരത്തേക്ക് നമ്മളിത് അനക്കാൻ പാടില്ല. അത് അവിടെ കിടന്ന് ഒന്ന് ഫ്രൈ ആവും. 1 മിനിറ്റ് കഴിഞ്ഞുമ്പോൾ നമുക്ക് പതുക്കെ ഇതിനൊന്ന് അനക്കി കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അനക്കി കഴിയുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് മറിഞ്ഞൊക്കെ ലെവലാവും. അല്ലെങ്കിൽ തന്നെ എണ്ണയിൽ മുങ്ങിയല്ലേ കിടക്കണം. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാനായിട്ട് പറ്റും. ഈ കോവയ്ക്കയുടെ ആ പച്ചക്കളറങ്ങ് മാറി അതങ്ങ് വാടി തുടങ്ങുമ്പോൾ നമുക്കൊരു കിലുകിലു എന്നുള്ളൊരു ഒച്ച കേൾക്കും. ആ ഒച്ച കേൾക്കുമ്പോൾ ഫ്ലെയിം നമുക്ക് ഏറ്റവും ലോയിലേക്ക് വയ്ക്കാം. ആദ്യമായിട്ട് കോവയ്ക്ക റെഡി ആയിട്ടോ നമ്മളിതിനെ വറുത്ത് കോരാണ്. നമുക്ക് സെക്കൻഡ് ട്രിപ്പായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിനെ ഞാനൊരു 4 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഈ കംപ്ലീറ്റ് കോവയ്ക്ക വറുത്തെടുക്കണേ. ഓരോ പ്രാവശ്യം വറുത്തെടുക്കണത് കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലോങ്ങായി പോവും. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞു നിർത്തുന്നത്. കംപ്ലീറ്റ് കോവയ്ക്ക ഞാനിപ്പോൾ വറുത്തെടുത്തു. സത്യം പറയാലോ, വറക്കുമ്പോൾ തുടങ്ങിയേ ഇത് തിന്നാൻ തുടങ്ങും നമ്മൾ. അത്രയ്ക്ക് ഇതിന് ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എല്ലാവർക്കും, ചെറിയ പിള്ളേർ തുടങ്ങി വലിയ ആൾക്കാർ എല്ലാവർക്കും കോവയ്ക്ക എങ്ങനെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. വറുത്ത് വയ്ക്കുമ്പോഴേ തുടങ്ങി പാത്രം കാലിയാവണത് അറിയേയില്ല. ഇനി നമുക്ക് ഇച്ചിരിയും കൂടെ പണികൾ ചെയ്യാനുണ്ട്. നമ്മൾ നേരത്തെ വറുത്തെടുത്തേക്കണ ആ എണ്ണയിൽ കുറച്ച് ഇതിൻ്റെ ബാക്കിയുള്ള അരിപ്പൊടിയും ബാക്കിയുള്ള മസാലകളൊക്കെ ചേർന്നുണ്ട്. അതൊരു അരിപ്പയിൽ ഒന്ന് അരിച്ചിട്ട് ഞാൻ ആ ഓയിൽ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാണ്. ഈ അരിച്ചെടുത്തത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോവയ്ക്കയുടെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. അല്ല എണ്ണയ്ക്ക് പ്രശ്നമുള്ളവർ അത് ഉപയോഗിക്കേണ്ട. ഇപ്പോൾ എണ്ണയെല്ലാം നമ്മൾ അരിച്ച് ഒരു വശത്തേക്ക് മാറ്റി വെച്ചേക്കണം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് സവാള. എൻ്റെ കയ്യിൽ വറുത്ത സവാള ഓൾറെഡി ഇരിപ്പുണ്ട്.
പിന്നെ ഒരു 2-3 വെളുത്തുള്ളി ഇതുപോലെ തിന്നായിട്ട് അരിഞ്ഞത്. ഇനി വേണ്ടത് പച്ചമുളകും വറ്റൽമുളകും. അത് നിങ്ങളുടെ ആവശ്യാനുസരണം എത്ര വേണമെങ്കിലും കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില. അപ്പോൾ കറിവേപ്പില അത് എത്ര എടുത്താലും കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ വളരെ കുറച്ചുള്ളതുകൊണ്ട് ഞാൻ കുറച്ചെടുക്കണേ. ഇനി ആവശ്യത്തിനുള്ള ആ പാനിൽ തന്നെയാണ് ഞാൻ ചെയ്യണത്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കണം എല്ലാം കൂടി ഒന്നിച്ച് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അതെല്ലാം നല്ലപോലെ ഒന്ന് വഴന്ന് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടില്ലേ കോവയ്ക്ക, ആ കോവയ്ക്ക ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. കാരണം ഇത് നല്ലൊരു ടേസ്റ്റാണ്. ഇങ്ങനെയും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ സവാളയും കൂടി ഇതിൻ്റെ അകത്തിട്ട് വറുത്തെടുക്കേണ്ടതായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ ഓൾറെഡി വറുത്ത സവാള ഉള്ളത് കൊണ്ട് ഞാൻ അതാണ് ചേർക്കണത്. അത് ഏറ്റവും അവസാനം ചേർത്ത് കൊടുത്താൽ മതി. കാരണം അത് ഓൾറെഡി വറുത്തതായതുകൊണ്ട്. നിങ്ങളുടെ കയ്യിൽ വറുക്കാത്ത സവാള ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ഇട്ട് അത് വഴറ്റി ഇതുപോലെ വറുത്തെടുക്കണം കേട്ടോ. ഇനി എല്ലാം കൂടെ കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളുടെ കോവയ്ക്ക ഫ്രൈ റെഡി. നിങ്ങൾ എന്തായാലും ഇത് ഒരു പ്രാവശ്യം എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണ്ട. നമ്മൾ സാധാരണ ഉണ്ടാക്കി കഴിക്കണ പോലെ എണ്ണയൊന്നും ഒരുപാടില്ലാത്ത രൂപത്തിൽ ഉണ്ടാക്കി കഴിക്കണതാണ് നല്ലത്. പിന്നെ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കിയേ, നല്ലതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും, ഒരു വെറൈറ്റി ആവുകയും ചെയ്യും. അങ്ങനെ സദ്യക്കാരുണ്ടാക്കണ കോവയ്ക്ക ഫ്രൈ ഞാനും ഉണ്ടാക്കിയതേ കാണിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്തോ. പിന്നെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളണം. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. എൻ്റെ വീഡിയോ കാണലൊക്കെ വളരെ കുറവാണ്. എല്ലാവരും ഒന്നും കൂടി എല്ലാവരും നിങ്ങളെല്ലാവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും എല്ലാവരോടും ഒന്ന് പറയുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്.